കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായി വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് 2-3 ദിവസമായി. ഇപ്പോൾ വിശേഷങ്ങളൊക്കെ അല്ലേ, നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ എല്ലാവരും കാത്തിരുന്ന് അങ്ങനെ റിസൾട്ടൊക്കെ വന്ന് എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരിക്കും. അവരവരുടെ പാർട്ടിയൊക്കെ ജയിച്ചതിലുള്ള സന്തോഷം. ഇപ്പോൾ ജയിച്ചവർ ഒന്നും കൂടുതൽ സന്തോഷിക്കേണ്ട, പാർട്ടി ജയിച്ചതിൽ. അടുത്ത പ്രാവശ്യം അടുത്ത ആൾക്കാർ ജയിക്കും. പിന്നെ അങ്ങനെ കാര്യങ്ങൾ മാറി മറിയും. ഇപ്പോൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അടുത്ത ടേൺ വരുമ്പോൾ അടുത്ത ആളുകൾ ജയിക്കും. അതിങ്ങനെ ഈ ലോകമുള്ള കാലത്തോളം ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ പോകും. നമ്മൾ സെലക്ട് ചെയ്യുക, അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് 2-3 ദിവസം കൊണ്ട് കാണുന്നു. പിന്നെ മഴയും വെള്ളക്കെട്ടുമൊക്കെ എല്ലായിടത്തും കുറച്ച് കുറഞ്ഞു. സ്കൂൾ തുറന്ന് കുട്ടികളെല്ലാം സ്കൂളിലൊക്കെ പോയി തുടങ്ങി. പിന്നെ സ്കൂളിലൊക്കെ ഒരുപാട് വെള്ളക്കെട്ടും പ്രോബ്ലമൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. എങ്കിലും എല്ലാം സോൾവ് ചെയ്ത് കുട്ടികളെല്ലാം സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിൽ ചെല്ലുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് നമ്മുടെ ക്ലാസ് ടീച്ചറിനെയാണ്. നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ടീവായിട്ടുള്ളത്, നമ്മളുടെ അടുത്ത് സ്നേഹമുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ടീച്ചർമാരാണ്. നമ്മുടെ ഓരോ ഹൃദയസ്പന്ദനവും അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നമ്മൾക്ക് എത്രമാത്രം ബുദ്ധിയുണ്ട്, നമ്മുടെ ഐക്യം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് നമ്മുടെ ക്ലാസ് ടീച്ചർമാർക്കാണ്. നമ്മൾ കാരണം ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നാൾ അങ്ങ് പഠിക്കും. പിന്നെ ചിലപ്പോൾ ആ ക്ലാസ് ടീച്ചർ തന്നെ ആയിരിക്കും അടുത്ത വർഷവും നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലപ്പം വീണ്ടും ആ സാറ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സാറിൻ്റെ ശിക്ഷണത്തിൽ നമ്മളങ്ങനെ പഠിക്കുമ്പം നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ് നമ്മുടെ ക്ലാസ് ടീച്ചറിനോട് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും, കൂട്ടുകാർക്ക്, കൊച്ചു കൂട്ടുകാർക്ക്, പഠിക്കുന്നവർക്ക്, പഠിച്ച് കഴിഞ്ഞവർക്ക്, മുതിർന്നവർക്കും എല്ലാം ഇതായിരിക്കും അനുഭവം എന്നാണ് തോന്നുന്നത്. പിന്നെ പക്ഷേ നമ്മൾ സ്കൂളിൽ ഫസ്റ്റ് ഡേയിൽ ചെന്ന് കഴിയുമ്പം ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാം പേര് വിളിച്ച് മറ്റേ ക്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്ന 1-2 വ്യക്തികൾ കാണും, 1-2 കുട്ടികൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. അതെന്ത് വിഷമകരമാണെന്നറിയാമോ? അവർക്ക് പുതിയ ഭയങ്കര ഒരു വിഷമമായിരിക്കും. കാരണം ഫെയിലായെന്നുള്ള ഒരു സങ്കടം കാണും. പക്ഷേ അവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വരുന്ന പുതിയ കുട്ടികളോടൊപ്പം വീണ്ടും പഠിച്ച് ഇങ്ങ് വളർന്ന് വരും. നമ്മൾക്കത് കാണുമ്പോൾ ഒരു വിഷമം കാണും. ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ മുമ്പത്തെ കണക്കല്ല. മുമ്പ് നമ്മൾ സ്കൂളിൽ റിസൾട്ടൊക്കെ വരുമ്പോൾ, 10ാം ക്ലാസ്സിലേക്ക് റിസൾട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആർക്കാണ് റാങ്ക്, ആർക്കാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന, ആർക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ആരൊക്കെ പാസ്സായി, ഇങ്ങനെയൊക്കെ നമുക്കങ്ങ് ചിന്തകളാണ്. കാരണം അങ്ങ് ഇങ്ങനെ കാത്തിരിക്കുക. കാരണം ഇത് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, വീട്ടിലുള്ള ഓരോരുത്തർക്കും, പിന്നെ അടുത്ത വീട്ടിലുള്ള കുട്ടികളുടെ റിസൾട്ട് വരുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ അങ്ങ് ഒരു ആങ്സൈറ്റി നമുക്കുണ്ടായിരുന്നു. ഇപ്പം ഇതൊന്നുമല്ല. ഇപ്പം റിസൾട്ട് വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും A+ ഇങ്ങനെയൊക്കെയാണ് റിസൾട്ടുകൾ. കാരണം ഇതിനകത്ത് എത്ര നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, ഇതൊന്നും നമുക്ക് അറിയാൻ വയ്യ. ഇത് എല്ലാവരും ഒരു റേഞ്ചിൽ ഇങ്ങനെ പോകുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മളില്ല പഴയ രീതിയാണെങ്കിൽ നമുക്ക് മിനിമം മാർക്ക് ഇത്ര വേണം ജയിക്കുന്നതിനും എല്ലാം. അപ്പോൾ ഇങ്ങനെ കാത്തിരുന്ന് ആ റിസൾട്ടൊക്കെ വരുമ്പോൾ റാങ്ക് ആർക്ക്, ഇതൊക്കെ അറിയുന്ന ഒരു പ്രത്യേകതയായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അത് കാരണം ഈ ഓരോ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വരുമ്പം നമുക്ക് നമ്മളെ ഒന്നും അത്ര അഫക്റ്റ് ചെയ്യത്തില്ല. എല്ലാവർക്കും A+ ഇങ്ങനെ അങ്ങ് ഒരു ചിന്തയായി മാറി. ഇനി കുറേ നാൾ കഴിയുമ്പം വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് മാറുമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പഠിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് വൈവിധ്യമുണ്ട്. എല്ലാ വിഭാഗത്തിലും ഉണ്ടല്ലോ വൈവിധ്യങ്ങൾ. വൈവിധ്യമാർന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികൾക്ക് അതും നല്ലതാണ്.
പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നെങ്കിലും എങ്ങും അത്ര ലൈവിലി ഒന്നുമല്ല. കാരണം ഒരു അനക്കമൊന്നും വലുതായിട്ടില്ല. മറ്റത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷ ആരവം എല്ലാം കാണുമായിരുന്നു. അതൊന്നും കണ്ടില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കൂട്ടുകാരെ. എല്ലാവർക്കും ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ 2 ദിവസമായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാതിരുന്നത് കൊണ്ട് ഇന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ കൂട്ടുകാരെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കൂട്ടുകാരെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ലൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം.